मुरसलीन दिल से है खुदा में खत्मुल मुरसलीन खत्मुल ഔദുബില്ലാഹി മിനശ്ശൈത്താനിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേക്ഷകരെ, ഇന്ന് 14 സെപ്റ്റംബർ 2024 ഇന്ത്യയിൽ ഈ സമയത്ത് രാത്രി 10 മണിയായി. ജി എം ടിന് അടിസ്ഥാനത്തിൽ 4:30 മണിയാണ്. ഇത് രാഹയോദയുടെ സമയമാണ്. ഖാദിയാനിൽ നിന്ന് ഒരു ലൈവ് പ്രോഗ്രാമായിട്ടാണ് നാം വരുന്നത്. 4 എപ്പിസോഡിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇത്. ഈ സീരീസിലെ ഈ പൂർണ്ണ സീരീസിൽ നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിൻ്റെ ഒരു ഗ്രന്ഥം, അതായത് നൂഹിൻ്റെ പേടകം എന്നുള്ള ഗ്രന്ഥത്തെ സംബന്ധിച്ചായിരിക്കും നാം സംസാരിക്കുന്നത്. ഈ സീരീസിൽ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെയും അതുപോലെ തന്നെ സംഭവങ്ങളെയും നാം സംസാരിക്കുന്നതാണ്. ഈ പ്രോഗ്രാം രാഹയോദ ലൈവാണ്, ഒരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കൾ തങ്ങളുടെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് അവസരമുണ്ട്. ടെലിഫോൺ മുഖാന്തരവും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജസും ഫാക്സ് മെസ്സേജസും അതുപോലെ തന്നെ ഇമെയിൽ മുഖാന്തരവും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനൊപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിന് മുഖാന്തരം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമ്മളുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ സ്ക്രീനിൽ നൽകിയിരിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന പണ്ഡിതന്മാർ ഹമീദ് ഖൗസർ സാഹിബ്, അതുപോലെ തന്നെ സൈനുദ്ദീൻ ഹാമിദ് സാഹിബ്. ഞാൻ രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ വരാനിരിക്കുന്ന മസീഹിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു, ഈ സദ്വാത്ത് നൽകിയിരിക്കുന്നു. യുഫീദുൽ മാല ഹത്താ ലാ യുഖ്ബിലു അഹദൻ. അദ്ദേഹം സമ്പത്ത് വിതരണം ചെയ്യുന്നതാണ്. എത്രത്തോളം എന്നാൽ ഒരാളും അത് സ്വീകരിക്കുന്നതല്ല. ആ ഒരു സമ്പത്ത്, ആത്മീയപരമായിട്ടുള്ള സമ്പത്ത് കരസ്ഥമാക്കുന്ന സദ്വൃത്തർ വളരെയധികം കുറവായിരിക്കും. ഈ ആത്മീയ സമ്പത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുസൂർ തിരുമനസിൻ്റെ ആ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചാണ്. ആ മൽഫൂസാത്ത്, അതുപോലെ തന്നെ ഹുസൂറിൻ്റെ ഗ്രന്ഥങ്ങൾ, ഹുസൂറിൻ്റെ കത്തുകൾ, ആ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചാണ് ഈ ഒരു ആത്മീയപരമായിട്ടുള്ള ഖജനാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഈ മുക്കമ്മൽ ഈ രാഹയോദയുടെ പരിപൂർണമായ സീരീസിൽ കഷ്തിയനോ എന്നുള്ള ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ചായിരിക്കും നാം സംസാരിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഹുസൂറിൻ്റെ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് നാം ഇതിൽ സംസാരിക്കുന്നതാണ്. ഈ ഒരു ആമുഖത്തിന് ശേഷം ആദ്യത്തെ ചോദ്യം ഈ പരിപാടിയുടെ മുഹമ്മദ് ഹമീദ് ഖസൂസാനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഈ ഒരു ഗ്രന്ഥം, കഷ്തിയനോ എന്നുള്ള ഗ്രന്ഥം, നൂഹിൻ്റെ പേടകം, അത് എഴുതാനുണ്ടായിരുന്ന കാരണം എന്തായിരുന്നു? ഇത് എന്ത് കാരണം കൊണ്ടാണ് ഹുസൂർ തിരുമനസ് നൂഹ് അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരു പേടകം ഹുസൂർ ഉണ്ടാക്കിയത്? ശ്രോതാക്കളെ, അള്ളാഹു മനുഷ്യരെ ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് ആ സൃഷ്ടിപ്പിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം ഇതാണ്: ഈ മനുഷ്യർ, ഈ ലോകത്തുള്ള മനുഷ്യർ, അവർ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു പറയുന്നു, ഞാൻ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവർ എന്നെ ആരാധിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഈ പറയണം ഇയ്യാക നഅ്ബുദു, അതായത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള ദാസന്മാരാവുക. ഈ ഒരു ഉദ്ദേശ
പ്രവാചകത്വത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥലങ്ങളിലും തൻ്റെ പ്രവാചകന്മാരെയും റസൂലിനെയും അള്ളാഹു തൻ്റെ നേർമാർഗം നൽകുന്ന പുരുഷന്മാരെയും അള്ളാഹു അയക്കുകയുണ്ടായി. വലിക്കുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ സമൂഹത്തിലേക്കും അള്ളാഹു നേർമാർഗികളെ അയക്കുകയുണ്ടായി. അള്ളാഹുവിൽ നിന്നും നിയുക്തരായ വ്യക്തികൾ വരുമായിരുന്നു. അധിക പേരും അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ അദ്ദേഹത്തെ കള്ളവാദിയായി മുദ്രകുത്തുമായിരുന്നു. ഒരു ജനങ്ങൾ അവർ വെറും സ്വീകരിക്കാതിരിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ സ്വീകരിക്കുന്നില്ല, അവരെ തടയുകയും ചെയ്യുന്നു. ഉദാഹരണമായിട്ട് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ നൂഹ് അലൈഹി ഇസ്ലാമിന് എത്രത്തോളം അദ്ദേഹത്തെ കള്ളവാദിയാണെന്ന് മുദ്രകുത്തുകയുണ്ടായി. സൂറ നൂഹിൽ വന്നിരിക്കുന്നു, നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു വേദനാജനകമായുള്ള ദുആകൾ അതിൽ വന്നിരിക്കുന്നു. വസ്നയിൽ ഫുൽക ബിഅയുനിന വവഹീന എന്നുള്ളത് പറയുകയുണ്ടായി. അതിനുത്തരമായിട്ട് ഇതേ ഇൽഹാമാണ് ഹുസൂർ തിരുമനസ് നൽകപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ദൃഷ്ടികളുടെ മുകളിൽ എൻ്റെ നിർദ്ദേശത്തിൻ്റെ മുന്നിൽ നീ ഒരു പേടകം നിർമ്മിക്കുക. നൂഹ് അലൈഹി ഇസ്ലാം ആ ഒരു പേടകം നിർമ്മിക്കുകയുണ്ടായി. ജനങ്ങളെല്ലാം അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പരിഹസിക്കുമായിരുന്നു, നീ എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ ഒരു നാശത്തിൻ്റെയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെയും ശിക്ഷ വന്നപ്പോൾ നൂഹ് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിനെ വിശ്വസിച്ചവരും രക്ഷപ്പെടുകയുണ്ടായി. ആരാണ് വിശ്വസിക്കാത്തത്? അദ്ദേഹത്തിൻ്റെ പുത്രൻ പോലും അതിൽ മരിക്കുകയുണ്ടായി, നശിക്കുകയുണ്ടായി. ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിൻ്റെ കാര്യം ഇതുതന്നെയാണ്. ഭൂചലനം ഉണ്ടാകുകയുണ്ടായി, നശിക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി വസ്സലാമിനെ അള്ളാഹു വീണ്ടും അതേ ഉദ്ദേശത്തുകൊണ്ട് യഅ്ബുദൂൻ എന്നുള്ള ഉദ്ദേശം കൊണ്ട്, ഇവരെ യഥാർത്ഥ രീതിയിലുള്ള ദാസന്മാരാക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് അള്ളാഹു ഹുസൂറിനെ അയക്കുകയുണ്ടായി. ഈ ഇൽഹാമിൻ്റെ അടിസ്ഥാനത്തിൽ വസ്നായിൽ ഫുൽക ബിഅയുനിന വവഹീന എന്നുള്ള ഇൽഹാമിൻ്റെ അടിസ്ഥാനത്തിൽ ഹുസൂർ തിരുമനസ് 23 മാർച്ച് 1889 ഒരു ജമാഅത്ത് ഉണ്ടാക്കുകയുണ്ടായി. അള്ളാഹു ഈ കൽപ്പന നൽകിയിരിക്കുന്നത് ഇത് ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു കപ്പലല്ല, ഒരു പേടകമല്ല, പക്ഷെ ഖുർആന്റെ അധ്യാപനം കൊണ്ടുണ്ടാക്കിയ ആ ഒരു പേടകമാണ്. ഇത് നിർദ്ദേശമാണ്, അതുപോലെ തന്നെ ഒരു ജീവിതം എങ്ങനെ കഴിച്ചു കൂട്ടണമെന്നുള്ളൊരു മാർഗദർശനമാണ്. അതാണ് ഈ ഒരു പേടകം എന്നുള്ളത്. അതിൻ്റെ നാമമാണ് ജമാഅത്തെ അഹമ്മദിയ. 23 മാർച്ച് 1889 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അവിടുന്ന് ഈ ഒരു പേടകം ഉണ്ടാക്കുകയുണ്ടായി. ഈ ഒരു പേടകത്തിൻ്റെ തുടക്കത്തിൽ ഒരു 10 നിബന്ധനകൾ നിർമ്മിക്കുകയുണ്ടായി. 1889 മുതൽ 1989 വരെ എല്ലാവരും കാഫിർ എന്ന് മുദ്രകുത്തുകയുണ്ടായി. എല്ലാ രീതിയിലും ഹുസൂർ തിരുമനസിനെ കള്ളവാദി എന്ന് പറയും. അത് ക്രിസ്ത്യാനികളായിക്കൊള്ളട്ടെ, ഹിന്ദുക്കളായിക്കൊള്ളട്ടെ, മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ, ഹുസൂർ തിരുമനസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. 400 വർഷങ്ങളായിട്ട് ഈ ഒരു ചരിത്രം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവൻ്റെ പ്രതിപുരുഷന്മാരെ കളവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു തൻ്റെ ആ ഒരു ശിക്ഷയെ ഇറക്കുന്നതാണ്. അവർ അങ്ങനെ അതിനെ ഗൗനിക്കാതിരുന്നപ്പോൾ അള്ളാഹു മുസ്ലിം ഇസ്ലാമിന് വേണ്ടിയിട്ട് കശ്ഫിൽ ഇത് കാണിക്കുകയുണ്ടായി. പഞ്ചാബിലും ഇന്ത്യയിലും കറുത്ത കളത്തിലുള്ള ചില ചെടികൾ നടുന്നതായിട്ട് ചില മലക്കുകൾ, അത് പ്ലേഗിൻ്റെ ചെടിയാണ്. അങ്ങനെ ആ ഒരു പ്ലേഗ് തുടങ്ങുകയുണ്ടായി. മുംബൈയിലും പല ഭാഗങ്ങളിലും പഞ്ചാബിലും ഇത് എത്തുകയുണ്ടായി. 1900-ൻ്റെ തുടക്കത്തിൽ അതിനുശേഷം മെല്ലെ മെല്ലെ ഈ രോഗം അതിൻ്റെ മൂർച്ഛ അവസ്ഥയിലെത്തുകയുണ്ടായി. അനവധി ആൾക്കാർ മരിക്കാൻ തുടങ്ങിയുണ്ടായി. ഭരണം അത് ഒരു ഇഞ്ചക്ഷൻ തയ്യാറാക്കുകയുണ്ടായി. എല്ലാ പ്രജകൾക്ക് വേണ്ടിയിട്ടും ആ ഒരു മരുന്ന്, ആ ഒരു ഇഞ്ചക്ഷൻ അത് നിർബന്ധമാക്കുകയുണ്ടായി. ആ സമയത്ത് 1902 ഹദ്റത്ത് മസീഹ് ഇസ്ലാം കഷ്തി നൂഹ്
എന്നുള്ള ഗ്രന്ഥം, അതായത് നൂഹിൻ്റെ പേടകം എന്നുള്ള ഗ്രന്ഥം രചിക്കുകയുണ്ടായി. ആ ഒരു ദൈവിക പേടകം വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു പേടകം അവിടുന്ന് ഈ ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. എന്നിട്ട് ഭരണകർത്താക്കളോട് പറയുകയുണ്ടായി, ഞാൻ ഭരണാധികാരികളോട് ഞാൻ നന്ദി പറയുകയാണ്. അവർ പ്രജകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ആ ഒരു ഇഞ്ചക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ ഇതിൽ ചെലവാക്കുകയുണ്ടായി. പക്ഷേ എൻ്റെയും എൻ്റെ ജമാഅത്തിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ അവർ ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ അവർക്ക് സാധ്യമല്ല. കാരണം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഹുസൂർ ക്രിസ്ത്യാനു എന്നുള്ള ഗ്രന്ഥം എഴുതുകയുണ്ടായി. അതിൽ ഹുസൂർ അള്ളാഹുവിൻ്റെ ഇൽഹാം രേഖപ്പെടുത്തുകയുണ്ടായി. ഇനി ഹാഫിദ് കുല്ലുമൻ ഫിദാർ. ഹസ്രത്ത് മുസ്ലിം ഇസ്ലാമിൻ്റെ നോട് പറയുകയുണ്ടായി, ഞാൻ ആ എല്ലാ ജനങ്ങളെയും സംരക്ഷിക്കുന്നതാണ് ആരാണോ അദ്ദാറിൽ വസിക്കുന്നത്. അദ്ദാർ എന്നുള്ളതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് എന്താണ് ഉദ്ദേശം ഹുസൂർ പറയുന്നു, അദ്ദാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ വീടാണ് അത് ഖാദിയാനുള്ള ഹുസൂറിൻ്റെ വീട്. ആരൊക്കെയാണോ അതിനുള്ളിൽ ജീവിക്കുന്നത് അവരെല്ലാവരും ഈ ഒരു പ്ലേഗിൽ നിന്ന് സുരക്ഷിതമായിരിക്കും. ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ അദ്ദാർ എന്നുള്ളതിൻ്റെ വിശദീകരണം ഇതാണ്, എല്ലാ ജനങ്ങളും എല്ലാ അഹ്മദികളും ആരൊക്കെയാണോ ഈ ബയ്യത്തിൻ്റെ നിബന്ധനകൾ പ്രവർത്തിക്കുന്നത്, കശ്മീരിൽ പറഞ്ഞിരിക്കുന്ന അധ്യാപനങ്ങൾ പ്രവർത്തിക്കുന്നത്, അവൻ എവിടെയാണെങ്കിലും അള്ളാഹു അവനെ സംരക്ഷിക്കുന്നതാണ്. ഹുസൂർ തിരുമനസ് ഭരണാധികാരികളോട് പറയുകയുണ്ടായി, ഇത് അള്ളാഹു എനിക്ക് എൻ്റെ സത്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരു അടയാളം അള്ളാഹു ആണ് ഇത്, ഈ ഒരു പ്ലേഗ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജമാഅത്തിന് ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇൽഹാമാണ്. ആരൊക്കെയാണ് നിൻ്റെ വീട്ടിലുള്ളത് അവരെ ഞാൻ സംരക്ഷിക്കുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് 2 ഇതിൻ്റെ ഉദാഹരണങ്ങൾ നൽകുകയാണ്. അദ്ദാർ, അതായത് ഹുസൂറിൻ്റെ ആ ഒരു വീട് ഖാദിയാനിലുള്ള മസ്ജിദ് മുബാറക്കിൻ്റെ ആ ഒരു മുകളിൽ ഒരു വീടുണ്ട്. മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ഹസ്രത്ത് മുസ്ലിം ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ജീവിക്കുന്ന വ്യക്തിയാണ്. 1904 മെയ്ത്തെ കാര്യമാണിത്. ഒരു ദിവസം അദ്ദേഹത്തിന് വളരെയധികം പനിയുണ്ടായിരുന്നു. ആ പനി പോകുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ അടയാളങ്ങൾ എങ്ങനെയായിരുന്നാൽ പ്ലേഗ് സംബന്ധമായിട്ടുള്ള അടയാളങ്ങളായിരുന്നു. അദ്ദേഹം അദ്ദാറിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അതായത് മുസ്ലിം ഇസ്ലാമിൻ്റെ വീട്ടിൽ. മുഹമ്മദ് മുസ്ലിം സാദിഖ് സാഹിബ് പറയുകയുണ്ടായി, അദ്ദേഹം മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബിനോട് പറയുകയുണ്ടായി, എൻ്റെ ഇത്തരത്തെ സമ്പത്താണ്, അത് ഇങ്ങനെ വിതരണം ചെയ്യുന്നതല്ല. ഹുസൂറിനെ ഇതിനെ സംബന്ധിച്ച് അറിയുകയുണ്ടായി. ഹുസൂർ വരികയുണ്ടായി, മൗലവി സാഹിബിൻ്റെ ഞരമ്പ് പിടിക്കുകയുണ്ടായി. എന്നിട്ട് പറയുകയുണ്ടായി, മൗലവി സാഹിബ്, നിങ്ങൾക്ക് ഈ വീട്ടിൽ നിങ്ങൾക്ക് പ്ലേഗ് വരികയാണെങ്കിൽ ഞാൻ കള്ളവാദിയാണ്, എൻ്റെ ഇൽഹാം കള്ളമാണ്, എല്ലാം കള്ളമാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പനി അത് വിടുകയുണ്ടായി. ഇതൊരു സത്യവാൻ്റെ അടയാളമല്ലെങ്കിൽ മറ്റെന്തിൻ്റെ അടയാളമാണ്? ലോകമെല്ലാം നശിക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം മരിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു അന്ധകാരത്തിൽ ഹുസൂർ തിരുമനസിൻ്റെ അദ്ദാറിൽപ്പെട്ട ആ ഒരു വ്യക്തി അതിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയുണ്ടായി. മുഴുവൻ ലോകവും കാണുകയുണ്ടായി. അദ്ദാറിലുള്ള എല്ലാവരും സംരക്ഷിക്കപ്പെടുകയുണ്ടായി. ഇനി രണ്ടാമത്തെ ഉദാഹരണം നൽകുകയാണ്. കപൂർ തലയിൽ ഒരു ഷെറാവാലി എന്നുള്ള ഒരു ഗ്രാമമുണ്ട്. അവിടെ മെഹ്താബ് അഹമ്മദി എന്നുള്ള ഒരു അഹമ്മദി ഉണ്ടായിരുന്നു. അദ്ദേഹം വിളംബരപ്പെടുത്തുകയാണ്, ആരാണോ പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടാനാകുന്നത് അവൻ എൻ്റെ വീട്ടിൽ വരിക. എല്ലാ ഗൈർ അഹമ്മദികളും അനഹമ്മദികളും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയുണ്ടായി. അങ്ങനെ അദ്ദേഹം ദുആ ചെയ്യാൻ തുടങ്ങി, അള്ളാഹുവെ, ഞാൻ എത്ര തന്നെ ബലഹീനായാലും ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ ജമാഅത്തിലെ വ്യക്തിയാണ്. പരിപൂർണ ഹൃദയത്തോടു കൂടി ആ അധ്യാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അള്ളാഹു ആ വീട്ടിലുള്ള ആ ദാറിൽ, ആ വീട്ടിലുള്ള കപൂർ തലയിലുള്ള ആ വീട്ടിൽ അള്ളാഹു അവരെല്ലാവരെയും സംരക്ഷിക്കുകയുണ്ടായി. എല്ലാ ചുറ്റുപാടും എല്ലാവരും മരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം അവരെ രക്ഷിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലെ കണക്കിലെടുത്ത് നോക്കുക, ആയിരക്കണക്കിന് ജനങ്ങൾ ദിവസം മരിക്കുകയായിരുന്നു.
ഹുസൂർ തിരുമനസ് കഷ്തിയനു എന്നുള്ളത് തയ്യാറാക്കിയുണ്ടായി, നൂഹിൻ്റെ പേടകം തയ്യാറാക്കിയുണ്ടായി. ദൈവികപരമായിട്ടുള്ള ഒരു പേടകം. അത് മരം കൊണ്ടുണ്ടാക്കിയ, മരവും അതുപോലെ തന്നെ ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ പേടകമല്ല. അത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് നസറഹുല്ലാഹു നസറൻ അസീസ എല്ലാ ഖുത്ബയിലും ദുനിയാവിനെ ഭീതിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ആ ഒരു ശിക്ഷ അത് വരാൻ വരികയാണ്. ആ ശിക്ഷ എന്തിനാണ് വന്നിരുന്നത്? ജനങ്ങളുടെ തിന്മ അത് ആധിക്യം കാരണം കൊണ്ടാണ്. തിന്മ അത് വർദ്ധിച്ചിരിക്കുന്നു, അവർ അതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലം ഇതായിരിക്കും, അത് ശിക്ഷയുടെ മുഖത്തിലായിരിക്കും ആ ഒരു അതിൻ്റെ ഒരു ഫലമുണ്ടാവുകയാണ്. ഹുസൂർ ഹദ്റത്ത് മസീഹ് മൗഊദ് വാക്കുകളിൽ പറയുകയുണ്ടായി, ആ അദ്ദാറിൽ താമസിക്കുന്നവർ മാത്രമായിരിക്കും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ഹുസൂർ പറയുന്നു. അത് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് സാഹിബ് അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു വീട്, അതായത് ജമാഅത്ത് അഹമ്മദിയ, ദുനിയാവിന് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പേടകത്തിൽ സഞ്ചരിക്കേണ്ടി വരും. അവന് നൂഹിൻ്റെ പുത്രനെ പോലെ ആവണ്ടെങ്കിൽ, നാശത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, അവന് നാശം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അവന് രക്ഷിക്കാൻ ആരുമില്ല. ഈ ഒരു സന്ദേശം തന്നെയാണ് നമ്മുടെ നേതാവ്, നമ്മുടെ പ്രിയങ്കരനായ ഹുസൂർ എല്ലാ ഖുത്ബയിലും നൽകുന്നത്. ഈ ഒരു ദുനിയക്ക് ഒരു ചിന്തിക്കാനുള്ള കഴിവ് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായാലും. ജസാക്കുമുല്ലാഹ് വസല്ലം. മാന്യ പ്രേക്ഷകരെ, ഈ പ്രോഗ്രാമിൽ ഒരു ടെലിഫോൺ കോളർ ബംഗ്ലാദേശിൽ നിന്നും ആരിഫുസമാൻ സാബ് ചേർന്നിട്ടുണ്ട്, ടെലിഫോൺ ലൈനിലുണ്ട്. ആദ്യം ചോദ്യം ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരിഫുസമാൻ സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ആരിഫ് സാബ് പറയൂ, ചോദ്യം ചോദിക്കാം. ജസാക്കുമുല്ലാഹ്. എൻ്റെ ചോദ്യം ഇതാണ്. കിഷ്തിനു എന്ന പുസ്തകം, ദാവത്തുൽ ഈമാൻ അതുപോലെ തഖ്വത്തുൽ ഈമാൻ, രണ്ട് പേരുകളുണ്ട്. അതിനെ കുറച്ച് വിശദീകരിക്കാമോ, ആ രണ്ട് പേരുകളെ കുറിച്ച്? അതുപോലെ ഇംഗ്ലീഷ് ഗവൺമെൻറ് സമയത്ത് പ്ലേഗിന് ഉള്ള വാക്സിനെ കുറിച്ച് ഹദ്റത്ത് മസീഹ് ഇസ്ലാം ജമാഅത്തിനോട് വാക്സിൻ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചും വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജസാക്കുമുല്ലാ. ഈ ചോദ്യത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം തന്നെ വന്നിട്ടുണ്ടെങ്കിലും സൈനുദ്ദീൻ ഹാമിദ് സാഹിബിനോട് ഇതിനെക്കുറിച്ച് കുറച്ച് വിശദീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. തഖ്വത്തുൽ ഈമാൻ അതുപോലെ തന്നെ ദാവത്തുൽ ഈമാൻ, രണ്ട് പേരാണ് കിഷ്തിനുവിന് ഹദ്റത്ത് മസീഹ് ഇസ്ലാം നാമകരണം ചെയ്തിരുന്നത്. അതായത് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ, പരിപൂർണ അധ്യാപനങ്ങളുടെ ചുരുക്കം ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുസ്തകം വായിക്കുന്നത് കൊണ്ട് ഈമാൻ സുദൃഢമാകാനും അതുപോലെ ഈമാനിലേക്കുള്ള ക്ഷണവുമുണ്ട്. ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഈ രണ്ട് പേരുകളും കൂടി ഇതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വാക്സിനെ കുറിച്ചിട്ട് ഹമീദ് കൗസർ സാഹിബ് പറയുകയുണ്ടായി, ഈ പ്ലേഗിന് എതിരെയുള്ള വാക്സിൻ എടുക്കുന്നതിനെ കുറിച്ചിട്ട്. പ്ലേഗ് എന്നത് അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയുടെ അടയാളമായിരുന്നു. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യത്തിന് വേണ്ടി അള്ളാഹു ഇറക്കിയതായിരുന്നു അത്. മസീഹ് ഹുസൈൻ ഇസ്ലാമിന് അള്ളാഹു ഇന്നി ഹാഫിസു കുല്ലമൻ ഫിദ്ദാർ എന്ന് ഇൽഹാം ഇറക്കിയിരുന്നു. അതായത് അദ്ദാറിലുള്ള വീട്ടിലുള്ള എല്ലാവരെയും രക്ഷിക്കും എന്ന് പറയുകയുണ്ടായി. അദ്ദാർ എന്താണ്, വീട് എന്താണ് എന്ന് ഹദ്റത്ത് മസീഹ് ഇസ്ലാം വിശദീകരിക്കുകയുണ്ടായി. അതായത് ഈ വെറും ഭൗതികമായ വീടല്ല, മറിച്ച് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരെല്ലാവരും തന്നെ ഈ പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടുന്നതാണെന്ന് മസീഹ് ഇസ്ലാം വിശദീകരിക്കുന്നുണ്ടായി. ഏതായാലും വാക്സിൻ വെക്കാൻ വേണ്ടി അനുവാദമുണ്ടായിരുന്നെങ്കിൽ ജമാഅത്ത് ആളുകൾ അത് വെക്കുകയാണെങ്കിൽ ആൾക്ക് സംശയമുണ്ടാകും. കാരണം ഈ വാക്സിൻ കാരണമാണ് രക്ഷപ്പെട്ടതെന്ന് ആളുകൾ സംശയത്തിലാകും. നോക്കുക, ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ റസൂലുള്ള അള്ളാഹുവിൻ്റെ ഇൽഹാമിൽ എത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു, അള്ളാഹുവിൽ എത്രത്തോളം തവക്കൽ ഉണ്ടായിരുന്നു. അള്ളാഹു തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്നത് ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജമാഅത്ത് അംഗങ്ങളോടും ഈ പ്ലേഗിന് വാക്സിൻ വെക്കരുത് എന്ന് പറയുകയും ചെയ്തത്. ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അഹമ്മദികൾ പൊതുവെ ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നത് തന്നെയാണ്. ഇവിടെ കൗസർ സാഹിബ് ഇവിടെ വിവരിച്ചു, വളരെ അപകടപരമായ ഒരു അവസരത്തിലും അള്ളാഹു എങ്ങനെയാണ് അഹമ്മദികളെ രക്ഷിച്ചത്. ഈ ഒരു ദൈവിക ശിക്ഷ മസീഹ് ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാം. ജസാക്കുമുല്ലാഹ് ഹസൻ ജസാ. മറ്റൊരു ചോദ്യം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ലഭിച്ചത്
ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം. ഇന്ത്യയിൽ നിന്നും അബ്ദുൽ സത്താർ സാഹിബിൻ്റെ ചോദ്യമാണ്. അദ്ദേഹം ചോദിക്കുന്നു, അഹമ്മദിയ മുസ്ലിം ജമാഅത്തും അതുപോലെ മറ്റ് ജമാഅത്തുകളും തമ്മിലുള്ള അടിസ്ഥാനപരമായ ആദർശം, വിശ്വാസപരമായ വ്യത്യാസം എന്തുകൊണ്ടാണുള്ളത്? കാരണം ഖുറാനും ഹദീസും തന്നെയാണല്ലോ എല്ലാവർക്കും ആധാരം. ഇവർക്ക് മനസ്സിലാക്കുന്നതിലുള്ള പ്രശ്നമാണോ ഇവർ ഈ വിഭാഗങ്ങളും അവാന്തര വിഭാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഇവർ പറയുന്നത് ഖുറാനും ഹദീസും തന്നെയാണ് അഹമ്മദികളുടെയും മറ്റു കക്ഷികളുടെയും അടിസ്ഥാനമെന്നാണ്. ഞാൻ ഈ സഹോദരനോട് വളരെ ഭവ്യവിധേയനായി പറയുകയാണ്, നമ്മുടെ അഹമ്മദികളും അഹമ്മദികൾക്ക് എതിർ ഭാഗം നിൽക്കുന്ന അനഹമ്മദി സുഹൃത്തുക്കളും അവരുടെയൊക്കെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുറാനും ഹദീസുമല്ല. എല്ലാ അനഹമ്മദികളുടെയും അഹമ്മദീയ ജമാഅത്തിൻ്റെ അടിസ്ഥാനം ഖുറാൻ, സുന്നത്ത്, അതുപോലെ ഹദീസ്, ഈ മൂന്ന് കൂടിയാണ്. ഇവർ പറയുന്നത് മറ്റു മുസ്ലിങ്ങൾ, ഞാൻ ഈ സഹോദരനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ മാന്യപ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പറയുന്നത് മറ്റു മുസ്ലിങ്ങൾ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ മറ്റു മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് 72 കക്ഷികളായി പിരിഞ്ഞിരിക്കുകയാണ്, വിഭജിച്ചിരിക്കുകയാണ്. അവരിൽ നിസ്കാരത്തിൻ്റെ ഇടയിൽ കൈ ഉയർത്തുന്നവർ, റഫ യദീൻ ചെയ്യുന്നവരും മുസ്ലിങ്ങളാണ്, ചെയ്യാത്തവരും മുസ്ലിങ്ങളാണ്. അതുപോലെ ഇമാമിൻ്റെ പിറകിൽ ഫാത്തിഹ ഉറക്കെ ചൊല്ലുന്നവരും മനസ്സിൽ ചൊല്ലുന്നവരും ചൊല്ലാത്തവരും മുസ്ലിങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ കൈ കെട്ടുന്നവരും കൈ കെട്ടാത്തവരും മുസ്ലിം തന്നെയാണ്. ഇത്രയും ഒരുപാട് പരസ്പര വ്യത്യാസങ്ങൾ ഒക്കെയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അടിസ്ഥാനം ഖുറാനും ഹദീസുമാണ്. ഇവരുടെ പ്രഭാഷണം കേൾക്കുക, ഇവരുടെ വാക്ക് കേൾക്കുക, ഇവരുടെ പുസ്തകം വായിക്കുക, എല്ലാം ഖുറാനിൽ നിന്ന് തന്നെയാണ് ഇവർ ഉദ്ധരിക്കുന്നത്. റഫയദീൻ, കൈ ഉയർത്തുന്നവർ ഹദീസുകളിൽ നിന്ന് പറയുന്നത് ബിംബങ്ങളുടെ ശീലം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കൈ ഉയർത്താൻ തുടങ്ങിയതെന്ന്. അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സിൻതാനി വസബൂന ഫിന്നാർ, ഈ 72 കക്ഷികൾ നരകത്തിലേക്ക് പോകുന്നവരായിരിക്കും, ഒരു കക്ഷി മാത്രമായിരിക്കും സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുക. അതുപോലെ തന്നെ ആ ഒരു ജമാഅത്തിന്റെ ലക്ഷണം പറഞ്ഞത് വഹിയൽ ജമാഅത്ത്, അതൊരു ജമാഅത്തിന്റെ രൂപത്തിലായിരിക്കും. ജമാഅത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? ജമാഅത്ത് എന്ന് പറയുന്നത് ഒരു ഇമാമിന് കീഴിലുള്ള ഒരു സംഘത്തെയാണ്. ആ ഇമാമിന് പിന്തുടർന്നുകൊണ്ട് ആളുകൾ നമസ്കരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ജമാഅത്ത് ആയിട്ടുള്ള നമസ്കാരം എന്ന് പറയുന്നത് ഒരു ഇമാമുള്ളതാണ്. സ്വർഗീയ വിഭാഗം എന്ന് പറയുന്നത് ഇമാമുള്ള ഒരു വിഭാഗമായിരിക്കും. അഹമ്മദിയ ജമാഅത്ത് 73 കക്ഷികളിൽ ഒരേ ഒരു സൗഭാഗ്യവാനായ ജമാഅത്താണ്. ആ ജമാഅത്തിന് ഇമാം മഹ്ദി ആയിട്ട് ഉള്ള ഒരു ഇമാമുണ്ട്, അള്ളാഹുവാണ് അദ്ദേഹത്തെ ഇമാമാക്കിയത്. അതുപോലെ തന്നെ അതിനുശേഷം ഇമാമത്തിക്ക് ശേഷം എല്ലാ ഖലീഫമാരും ഇമാമുള്ള ഒരു ജമാഅത്താണ്. ആ ഇമാമിനെ പിന്തുടർന്നാണ് ജമാഅത്ത് പ്രവർത്തിക്കുന്നത്. ഈ എൻ്റെ സഹോദരനോടും അതുപോലെ മാന്യപ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, ഖുറാനും ഹദീസും നിങ്ങൾ അതുമാത്രം വായിച്ചാൽ പോലും അതിൽ നിന്നും നിങ്ങൾക്ക് ശരിയായ മാർഗവും ദിശയും ലഭിക്കുന്നതല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അതായത് ആ വരുന്ന പ്രവാചകൻ ആ പുസ്തകം പഠിപ്പിക്കും. മുഅല്ലിം, അധ്യാപകൻ അല്ലെങ്കിൽ റസൂൽ, അതുപോലെ ഖലീഫ കൂടാതെ വിശുദ്ധ ഖുർആൻ ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ സാധ്യമല്ല. ചില ആയത്തുകൾ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഇമാമായിരിക്കും അതിൻ്റെ ഖണ്ഡിതമായ തീരുമാനം എടുക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും ഇമാം മഹ്ദിയെ കുറിച്ച് 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്, 2 പദങ്ങൾ, ഹാക്മൻ ആദലൻ. അത് അതിൽ എന്ന് പറയുന്നത് തുലാസിനെയാണ്, ഹാക്കം എന്ന് പറയുന്നത് തീരുമാനമെടുക്കുന്ന വിധികർത്താവ്. അതായത് അവർ ആ ഇമാം വിധി കൽപ്പിക്കുന്നതായിരിക്കും ഈ ഉമ്മത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കുള്ള തീരുമാനം, ഖണ്ഡിത തീരുമാനം. ഇന്നും നോക്കുക, അഹമ്മദി ജമാഅത്തിന് നോക്കുക, ഒരുപാട് പ്രശ്നങ്ങളും മസലകളും ഉണ്ടാകുന്നു. പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും. എന്നാൽ ആ ഒരു സന്ദർഭത്തിൽ ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദുല്ലാഹ് തആല ബിൻ അസീസിന്റെ സമക്ഷത്തിൽ അവരുടെ അഭിപ്രായ ഭിന്നതകൾ അവർ സമർപ്പിക്കുമ്പോൾ അവിടെ നിന്നും വരുന്ന ഉത്തരവ്, ഖലീഫയുടെ മാർഗനിർദ്ദേശം തന്നെയായിരിക്കും അന്തിമ വിധി, അന്തിമ തീരുമാനം. അതുപോലെ മറ്റു പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ മാറ്റപ്പെടുന്നു. ഇതാണ് ഐക്യതയുടെയും അഖണ്ഡതയുടെയും തെളിവ്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് ഇമാം പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ റുക്കൂയിലേക്ക് പോവുക, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. ഇതാണ് ഇമാമത്ത്, ഇതാണ് ഐക്യത, ഇതാണ് മുമയ്യസ്.
അതായത് വാക്കുന്ന മറ്റിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു സവിശേഷത ഇത് അഹമ്മദിയ മതത്തിന് മാത്രമാണ്, മറ്റൊരു വിഭാഗത്തിനും അതില്ല. അതുകൊണ്ടാണ് നമ്മുടെ യജമാന പ്രഭു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത്, ഈ മുസ്ലിങ്ങളെ കുറിച്ച് പ്രവചിച്ചത്, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ മിൻ ഇൻദിഹിം തഖ്റുജത്തുൽ ഫിത്നത്തു വഫീഹിം തഊദ് ഉലമാഉൻ ശർറു മൻ തഹത അദീമ സമ മിൻ ഇൻദഹും തഖ്റുജുൽ ഫിത്നത്തു വഫീഹിം തഊദ്. ഈ അഭിപ്രായ ഭിന്നതകളുടെ അടിസ്ഥാനം ഇത് തന്നെയാണ്. നിങ്ങൾ ദേവബന്ദികൾ നോക്കുക, ബറേൽവികൾ നോക്കുക, മുജാഹിദീങ്ങളെ നോക്കുക, ഷിയകളെ നോക്കുക, ഇവരെല്ലാവരും മുസ്ലിങ്ങളുടെ പറയുന്ന ഈ അഖണ്ഡത, ഇവർക്ക് ഐക്യമുണ്ടെങ്കിൽ ഇവരെന്തിനാണ് പരസ്പരം കുഫർ ഫത്വകൾ പുറപ്പെടുവിക്കുന്നത്? ഇവർക്കിടയിൽ എന്തുകൊണ്ടാണ് ഇത്ര അഭിപ്രായ വ്യത്യാസമുള്ളത്? അഹമ്മദികൾക്കെതിരെ ഇവരെല്ലാവരും ആണെന്ന് പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ ഖുലഫായ റാഷിദീങ്ങളും അവതരിപ്പിച്ചതും ഈ കാര്യമാണ്. ഈ കാലഘട്ടത്തിലും ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിനെ പിന്തുടർന്ന് വന്ന ഖുലഫാക്കളും അവതരിപ്പിച്ചതും, അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് നസ്റല്ലാഹു നസ്റൻ അസീസയും ഏതൊക്കെയാണ് ഇസ്ലാമിക വിധികൾ പറയുന്നത് അത് തന്നെയാണ് അന്തിമവും വിശ്വാസയോഗ്യം. അത് അനുസരിക്കുകയാണെങ്കിൽ മാത്രമേ ഐക്യം നിലനിൽക്കുകയുള്ളൂ. അത് അനുസരിക്കുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ ഭിന്നതയിൽ നിങ്ങൾ കുരുങ്ങിപ്പോകും. അതിൽ നിന്ന് പുറത്തു കടക്കാൻ മറ്റൊരു മാർഗമുണ്ടാകും. ജസാക്കുമുല്ലാഹു തആല വസല്ലം. ജസാ പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സൈനുദ്ദീൻ ഹാമിദ് സാഹിബിനോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഗ്രന്ഥത്തിൽ, അതായത് നൂഹിൻ്റെ പേടകത്തിൽ പറയുന്നു, അള്ളാഹു ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു തരിക. ജസാക്കുമുല്ലാ. ഇതിൻ്റെ വിശദീകരണം പറഞ്ഞതിന് മുന്നേ ഹദരത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ ആ ഒരു ഉദ്ധരണി അത് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹുസൂർ പറയുന്നു, കിഷ്തി നൂഹിൽ അള്ളാഹു ഉദ്ദേശിച്ചു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കാൻ. അതെന്താണ്? അതെന്ത് ഭൂമിയാണ്, അതെന്ത് ആകാശമാണ്? ആ ഭൂമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഹൃദയമാണ്, അള്ളാഹുവിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള, അള്ളാഹുവിൽ നിന്ന് പ്രകടമാവുകയും അള്ളാഹു അവരിൽ നിന്ന് പ്രകടമാവുകയും ചെയ്യുന്നു. ആ ആകാശം എന്താണ്? അവൻ്റെ അടയാളങ്ങളാണ്. അള്ളാഹുവിൻ്റെ ആ ഒരു അടിമയുടെ കയ്യിൽ നിന്ന് വെളിവാകുന്ന അടയാളങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന നബി അവരുടെ ഒരു വലിയ ഉദ്ദേശം ഇതാണ്, പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുക എന്നുള്ളത്. നാം മുഴു ലോകത്തിൻ്റെയും ഒരു മതങ്ങളുടെയും ചരിത്രം നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സനാതനമായിട്ടുള്ള സുന്നത്ത് ഇതാണ്. ദീന് അത് നഷ്ടമാകുമ്പോൾ, അന്ധകാരം പ്രബലമാകുമ്പോൾ അള്ളാഹു ഒരു വ്യക്തിയെ നുബുവത്തിൻ്റെ ആ ഒരു സനത്തിൽ കൊണ്ടുവരുന്നു. അവർ മുഖാന്തരം ആ ഒരു ദീനിനെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നു. എപ്പോഴുമെല്ലാമാണോ ആ പ്രവാചകന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് മനസ്സിലാവുന്നു. പ്രവാചകന്മാരുടെ മുഖാന്തരം ആ ഒരു മഹത്തായ ആത്മീയ വിപ്ലവം സംജാതമാക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പരിശുദ്ധത സഹാബാക്കൾ എവിടെ എത്തിയെന്ന് നാം നോക്കുന്നു. എത്ര വലിയ ആത്മീയപരമായിട്ടുള്ള സ്ഥാനമാണ് അവർക്ക് ലഭിച്ചത്. എങ്ങനെയുള്ള സമൂഹമായിരുന്നു. അള്ളാഹു എവിടെ നിന്ന് എടുത്തുകൊണ്ട് എവിടെ എത്തിച്ചു അള്ളാഹു അവരെ. അത് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം തൻ്റെ കവിതാശതത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പറയുന്നു, അഹിയാത്തു അംവാത്തുൽ ഖുറൂനി ബിജൽബത്തിൻ മാതാ യുമാസിൽ ബിഹാദഷായി. അതാണ് വർഷങ്ങളോടുള്ള, അതായത് മരിച്ചു കിടക്കുന്ന ജനങ്ങളെ ഒരു നിമിഷം കൊണ്ട് അവർക്ക് ജീവൻ നൽകുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെ സംബന്ധിച്ച് പറയുകയുണ്ടായി, അസ്ഹാബി കന്നുജുമും ബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അതായത് എൻ്റെ സഹാബാക്കൾ നക്ഷത്രങ്ങളെ പോലെയാണ്. അവരിൽ ആരെയാണോ നിങ്ങൾ പിന്തുടരുന്നത് നിങ്ങൾക്ക് ഹിദായത്ത് തീർച്ചയായും ലഭിക്കുന്നതാണ്. ഇത് ആ ഒരു സ്ഥാനം, ഈ മഹത്തായ സ്ഥാനം, സഹാബാക്കൾക്ക് ലഭിച്ച സ്ഥാനം, ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്ത് മുഖാന്തരമാണ്. ഈ ഒരു ഉദ്ദേശമാണ് പ്രവാചകന്മാരുടെ ആഗമനത്തിൻ്റെ ഉദ്ദേശം. ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് ഇസ്ലാം
മനുഷ്യരുടെ പരിവർത്തനത്തിന് വേണ്ടി വന്ന വ്യക്തിയാണ്. ഇസ്ലാമിൻ്റെ നഷ്ടപ്പെട്ട ആ ഒരു പ്രതാപത്തെ വീണ്ടും പുനഃസ്ഥാപിക്കാനാണ് ഹുദൂർ തിരുമേനി വന്നത്. ഇസ്ലാമിനെ എല്ലാ മതങ്ങളുടെയും മുകളിൽ അതിൻ്റെ മേൽക്കോയ്മ സ്ഥാപിക്കാനാണ് വന്നിരിക്കുന്നത്. ഈ ഖാദിയാനിലെ പരിശുദ്ധ ഭൂമിയിൽ ഹുദൂർ വരികയുണ്ടായി. ഹുദൂർ പറയുകയുണ്ടായി, മസീ കാലഘട്ടത്തിൻ്റെ മസീ ഇന്ന് ലോകത്ത് വന്നിരിക്കുന്നു. അള്ളാഹു ആ വാഗ്ദാനത്തിൻ്റെ സമയം കാണിച്ചിരുന്നു. ആരാണോ സ്വീകരിക്കുന്നത് അവൻ അനുഗ്രഹീതരാണ്, അവർ സഹാബാക്കളുടെ തുല്യരായിരിക്കുന്നു. സുബ്ഹാനല്ലദീ അഖ്സൽ ഹാദി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖാന്തരം തർബിയത്ത് ലഭിച്ച ആ സഹാബാക്കൾ ആ സ്ഥാനം ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനെ പിൻപറ്റുന്ന തർബിയത്ത് ലഭിക്കുന്ന ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് ഈ ഒരു കവിതാ ശകലത്തൂർ പറയുന്നു. ഈ ആത്മീയ ഈ ഒരു വിപ്ലവം സംജാതമാക്കുകയാണ് ഉദ്ദേശം. ഇത് തന്നെയാണ് മതത്തിൻ്റെ വിശദീകരണവും ഇസ്ലാമിൻ്റെ ഉദ്ദേശവും ഇതുതന്നെയാണ്. സൂറ ജുമയിൽ തുടക്കത്തിൽ അള്ളാഹു പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 വരവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. വിശദീകരണത്തിൽ ഞാൻ പോകുന്നില്ല, സമയവുമില്ല. അതുകൊണ്ട് മദീനയുടെ കാര്യമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആയത്ത് വന്നപ്പോൾ വാഖിരീന മിൻഹും ലമ്മ യൽഹഖൂ ബിഹിം വല്ലദി ബാസഫിൽ ഉമ്മിയൻ യത്ലു ബിഹിം ആയാതി വയസക്കിയും വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ വൈൻ കാലു മിൻ ഖബല ഫി ളലാലിൻ മുബീൻ എന്നുള്ള ആയത്ത് വന്നതിന് ശേഷം വാഖിരീന മിൻഹും ലമ്മ യൽഹഖൂ ബിഹിം, ഈ ഒരു ആയത്തുകളിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 വരവിനെ സംബന്ധിച്ച് വിശദമായിട്ട് വന്നിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കൾ, സൽമാൻ ഫാർസി റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു, മറ്റു സഹാബാക്കളുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് സാധ്യമായില്ല ഉണ്ടാതിരിക്കാൻ. അദ്ദേഹം ചോദിക്കേണ്ട മൻ ഹൗന യാ റസൂലുള്ളാഹ്, അല്ലയോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വരവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഒരു വരവ് അത് ഏത് ജനങ്ങളാണ്, ഏത് ജനങ്ങളിലേക്കാണ് ഇനി വീണ്ടും വരിക? ഹുസൂർ തിരുമേനി ഉണ്ടാതിരിക്കുകയുണ്ടായി. വീണ്ടും ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ഹുസൂർ അപ്പോഴും ഉത്തരം നൽകിയില്ല. 3ാമത്തെ പ്രാവശ്യം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഹുസൂർ തിരുമേനി പറയുകയുണ്ടായി, സൽമാൻ ഫാർസിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, ലൗ കാന ഈമാൻ മുഅല്ലഖൻ ബി സുറയ്യ ലനാ ലഹു ബി റജുലിൻ ഔ റിജാലിൻ മിൻ ഹൗലൈ. സുറയ്യ വരെ ഈമാൻ ഉയർന്നു പോയാലും ഈ ജനങ്ങളിൽ നിന്ന് ഒരു വ്യക്തി വരുന്നതാണ്, ആ ഒരു ഈമാനെ പുനഃസ്ഥാപിക്കുന്നതാണ് വീണ്ടും ലോകത്ത്. ഈ മിണ്ടാതിരിക്കുകയും അങ്ങനെ കുറച്ച് ശേഷം ഉത്തരം നൽകുകയും ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വഹി കാത്തിരിക്കുകയായിരുന്നു. ഹുസൂറിനും തുടക്കത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ആ ഒരു വഹി മുഖാന്തരം ഹുസൂർ തിരുമേനി അത് കേൾക്കുകയും അങ്ങനെ അതിൻ്റെ വിശദീകരണം സഹാബാക്കൾ നൽകുകയും ചെയ്തു. ആഖരീൻ, അത് അവസാന കാലഘട്ടത്തെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് ഇസ്ലാം വരികയുണ്ടായി. അവിടുന്ന് ആ ഒരു അനുഗ്രഹീത കർമ്മങ്ങൾ, ആ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കുകയുണ്ടായി. ആ ഒരു വളരെയധികം വിശദീകരണം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. വളരെ ചുരുക്കമായും പറയുകയാണ്, അത് മസീഹ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നു, പുതിയ ഭൂമി, പുതിയ ആകാശം. പുതിയ ഭൂമിയെ കൊണ്ട് ഹുസൂർ പറയുന്നു ആ പരിശുദ്ധ ഹൃദയ ജനങ്ങളാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ തർബിയത്തിൽ മുഖാന്തരം ഉണ്ടാകാൻ പോകുന്ന ആ ഒരു പരിശുദ്ധ ഹൃദയങ്ങളാണ്. അള്ളാഹുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു അനുഗ്രഹീത സ്ഥാനം ലഭിക്കുന്ന ജനങ്ങളാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഈ ഒരു 2ാമത്തെ പേരിനെ സംബന്ധിച്ച് ഹുസൂർ മസീഹാണെന്നും മഹദിയാണെന്നും വാദിക്കുകയുണ്ടായി. അള്ളാഹു ഹുസൂറിനോട് പറയുന്നുണ്ട്, ബഷർനി റബ്ബി ഇന്നൽ മസീൽ മൗദ് അല്ലദി യർഖബൂനഹു വൽ മഹദിയൽ മസൂദുൽ യൻതസിറൂനഹു ഹുവ അൻത ഇന്നല്ലാഹു യഫ്അലു മാ യശാഉ ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. ഹദരത്ത് മസീഹ് അലൈഹിസ്സലാമിന് ഇൽഹാം നൽകുകയുണ്ടായി ഈ ഒരു കാര്യം. ആ മസീഹെ മൗദ്, ആ ജനങ്ങൾ കാത്തിരിക്കുന്ന ആ മസീഹ്, ആ കാത്തിരിക്കുന്ന മഹദി, അത് താങ്കൾ തന്നെയാണ്. അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നവൻ ചെയ്യുന്നു, നിങ്ങൾ സംശയിക്കുന്നവരായി തീരരുത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഈ ഒരു വാദം പിന്നെ ഉന്നയിക്കുകയുണ്ടായി. അവിടുന്ന് ഈ കാലഘട്ടത്തിലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചന പുലർച്ചയായിട്ട് ഈ വന്നിരിക്കുന്ന മഹദി മസീഹാണ്. ഇനി പുതിയ ആകാശവും പുതിയ ഭൂമിയുടെയും ചില ഉദാഹരണം നൽകുകയാണെങ്കിൽ, അള്ളാഹു ഈ ആത്മീയ വ്യവസ്ഥിതിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു,
അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ സഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ എന്നുള്ള ഒരു ചുറ്റുപാടായിരിക്കും. അള്ളാഹുവിൻ്റെ വഹി മുഖാന്തരം ആ ഒരു തരിശ ഭൂമിയെ അള്ളാഹു അതിൽ വെള്ളം വീഴുകയും അങ്ങനെ അത് വളരെയധികമുള്ള ഒരു സുന്ദരമായിട്ടുള്ളൊരു ഭൂമിയായിത്തീരുന്നതാണ്. അള്ളാഹുവിൻ്റെ ആ ഒരു വഹിയുടെ ആ ഒരു വെള്ളമാണ് അതിൽ പറ്റുക. അതായത് ആ ഭൂമിയിൽ, അതായത് ആ ഒരു പരിശുദ്ധ ഹൃദയങ്ങളിൽ ആ ഒരു വെള്ളം വീഴുമ്പോൾ ആ ഒരു തരിശമായിട്ടുള്ള ആ ഒരു ഹൃദയങ്ങൾ അത് മാറുകയും ആത്മീയപരമായിട്ടുള്ള അനവധി സ്ഥാനങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അള്ളാഹു സൂറ റൂമിൽ പറയുന്നു, വയുനസിലു മിനസ്സമായി മാഅൻ ഫയുഹീ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലികൽ ആയാത്തി ലിഖൗമി യഖിലൂൻ. അവൻ ആകാശത്തു നിന്ന് വെള്ളമിറക്കുന്നു, ഭൂമിയെ മരണത്തിന് ശേഷം അതിനെ പുനർജീവിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ ചിന്തിക്കുന്നവർക്ക് അടയാളമുണ്ട്. ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഹുദൂർ തന്റെ കവിതയിൽ പറയുന്നു, മാസിയത്തിൽ മുസ്ലിൻ ഫിസംദായി പറയുന്നു, ഞാനൊരു ഉദ്ദേശവും കൂടാതെ അല്ല വന്നിരിക്കുന്നത്, പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു മേഘത്തെ പോലെയാണ് വന്നിരിക്കുന്നത്. അതായത് തരിശ ഭൂമിയിൽ പെയ്യുന്ന ആ ഒരു മഴ ഉണ്ടാക്കുന്ന വ്യത്യാസമായിരിക്കും ഞാൻ ഉണ്ടാക്കുക. ആ ഒരു മഴ പോലെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്ര സുന്ദരമായിട്ടുള്ള ഒരു കാര്യമാണ് ഹുദൂർ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു ആ ഒരു ഭൂമിയുടെ നാശത്തിന് ശേഷം ഒരു വിധത്തിലും ഒരു സാധനവും അതിൽ ഉണ്ടാവാൻ സാധ്യമാവാത്ത രീതിയിലുള്ള ഭൂമിയായി തീരുമ്പോൾ അള്ളാഹു പിന്നെ മഴ കൊണ്ടുവരുന്നു. ആ ഒരു മഴയ്ക്ക് ശേഷം എന്ത് വ്യത്യാസമാണ് അള്ളാഹു ഒരു ഭൂമിയിൽ ഉണ്ടാക്കുന്നത്. എല്ലാ രീതിയിലുമുള്ള ഒരു ഫലപുഷ്ടമായിട്ടുള്ള ഭൂമിയായി തീരുന്നു അത്. അപ്പം അങ്ങനെയൊരു ഭൂമിയിൽ വെള്ളം അതായത് ഒരു മഴ പോലെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ പല വിധത്തിലുള്ള കൃഷികളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയെ സംബന്ധിച്ച് ഹുസൂർ പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ ഞാൻ പറയുകയാണ്. തുറന്ന് ഹുസൂർ പറയുന്നു, പുതിയ ഭൂമിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഉദ്ദേശം, അതായത് തെറ്റായ മാർഗത്തിൽ പോയിരിക്കുന്ന വിശ്വാസങ്ങളെ സംബന്ധിച്ചാണ്. ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ സഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഭൂമിയിലും അതുപോലെ തന്നെ വെള്ളത്തിലും എല്ലായിടത്തും ഫസാദായിരിക്കും. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ഉദ്ദേശം ഇതാണ്, അതിൻ്റെ പരിവർത്തനം നടത്തുക എന്നുള്ളത്. അതായത് അന്നിൽ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് ശരിയായ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഹുദൂർ തിരുമനസ് വന്നപ്പോൾ പല വിധത്തിലുള്ള തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ അവരിലുണ്ടായിരുന്നു. അവരുടെ വിശ്വാസം അത് സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചിരുന്നു. ഹുദൂർ തിരുമനസ് പുതിയൊരു ഭൂമി അത് സൃഷ്ടിക്കുകയുണ്ടായി, പരിശുദ്ധമായിട്ടുള്ള ജനങ്ങളെ സൃഷ്ടിക്കുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് ഇസ്ലാമും തർബിയത്ത് മുഖാന്തരം ഹുസൂർ തിരുമനസിൻ്റെ ആ ഒരു പരിശുദ്ധ മുഖാന്തരം അങ്ങനെയുള്ള ജനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. സഹാബാക്കളെ പോലെയുള്ള സ്ഥാനങ്ങൾ അവർ ലഭിക്കുകയുണ്ടായി. സഹാബാക്കളുടെ ആ ഒരു സിഫത്തുകൾ, ഗുണങ്ങൾ അവരിലുണ്ടാകുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് ഇസ്ലാം പറയുന്നു ഒരു സ്ഥലത്ത്, തൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് പറയുന്നു, അള്ളാഹു എന്നെ ആചരിക്കുന്ന ആ ഒരു ജോലി, എനിക്ക് അത്ഭുതമാക്കിയുള്ള ജോലി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ദൂരം, ആ ഒരു ദൂരം അത് ഇല്ലാണ്ടാക്കുകയും കൂറിൻ്റെയും സ്നേഹത്തിൻ്റെയും ബന്ധം അത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അള്ളാഹു എന്നെ ഭൂമിയിൽ ഈ കാര്യം കണ്ടാണ് അയച്ചിരിക്കുന്നത്. ഞാൻ വളരെയധികം സ്നേഹം കൊണ്ട് ജനങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിലേക്കും ജനങ്ങളെ വിളിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ആ ഒരു പ്രകാശത്തിലേക്ക് ജനങ്ങളെ വിളിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ഇതെങ്ങനെയാണ് സംജാതമാക്കിയത്, അത് സംബന്ധിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നാല് ഭാഗങ്ങളിലായിട്ട് അത് നമുക്ക് മാറ്റാവുന്നതാണ്.
ഒന്ന് ഖുർആൻ്റെ അറിവിനെ സംബന്ധിച്ച് ഇത് പുതിയൊരു ഭൂമിയുടെ ഒരു ഉദാഹരണമാണ്. ഉസൂർ തിരുമനസിൻ്റെ മുഖാന്തരം ഖുർആൻ്റെ ഒരു വൈജ്ഞാനികമായിട്ടുള്ള വിപ്ലവം, ആയിരക്കണക്കിന് വർഷമായിട്ട് അത് മറഞ്ഞു കിടക്കുന്ന ഒരു ഖജനാവ് ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഹുസൂർ. അത് വിശുദ്ധ ഖുർആൻ്റെ അറിവും അതുപോലെ അതിൻ്റെ മാരിഫത്തുമാണ്. അതൊന്നാണ്. രണ്ടാമത്തെ ആകാശപരമായിട്ടുള്ള അടയാളങ്ങളാണ്. ഹുസൂർ മനസ്സിൻ്റെ കൈകൾ കൊണ്ട് ആകാശീയ അടയാളങ്ങൾ വെളിവാകുകയുണ്ടായി. മൂന്നാമത്തെ കാര്യം ഇതാണ്, ഒരു പരിശുദ്ധമായിട്ടുള്ള ജമാഅത്തിനെ ഹുസൂർ സൃഷ്ടിക്കുകയുണ്ടായി. ഞാൻ അതിൻ്റെ വിശദീകരണം പറഞ്ഞിരിക്കുന്നു. വസ്നയിൽ ഫുൽക്കബിയൻ വഹീന എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, അള്ളാഹുവിൻ്റെ എൻ്റെ വഹീ മുഖാന്തരവും നീ ഒരു ജമാഅത്ത് സൃഷ്ടിക്കുമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഒരു പരിശുദ്ധമായിട്ടുള്ള ജമാഅത്ത് ഹുസൂർ തയ്യാറാക്കുകയുണ്ടായി. ഇസ്ലാമികപരമായിട്ടുള്ള അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ലോകത്തും ഈ ഒരു ഇസ്ലാമിൻ്റെ പ്രചരണത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ഒരു ജമാഅത്ത് ഉണ്ടാക്കുകയുണ്ടായി. പിന്നെ ഒരു വ്യവസ്ഥിതി തയ്യാറാക്കുകയുണ്ടായി, ഒരു പുതിയ വ്യവസ്ഥിതി ഉണ്ടാക്കുകയുണ്ടായി. ആ ഒരു വ്യവസ്ഥിതി, ആ ഒരു നിസാമ്, ആ മുഖാന്തരം ഇസ്ലാമിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട്, ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് അഹമ്മദിയ ജമാഅത്ത് പരിശ്രമിക്കുന്നു. അത് മുസ്ലിം ഇസ്ലാമിൻ്റെ വരവ് ഒരു പുതിയ ഭൂമി, അതുപോലെ തന്നെ പുതിയൊരു ആകാശത്തിന് വേണ്ടിയിട്ടാണ്. ഹുസൂർ തൻമൻസാൻ്റെ ഒരു കശ്ഫിൽ പറയുന്നു, അതായത് ഞാൻ പുതിയൊരു അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചു എന്നത്. അതായത് അതിൻ്റെ ഉദ്ദേശം ഇതാണ്, അള്ളാഹു ആത്മീയപരമായിട്ടുള്ള ഹുസൂർ തിരുമനസ് നൽകുകയുണ്ടായി. ഖുർആൻ്റെ അറിവുകൾ നൽകിയിട്ടുള്ള ഖലീഫത്തുൽ മസീഹ് അവ്വൽ പോലെയായിട്ടുള്ള അതിമഹത്തായിട്ടുള്ള അസ്തിത്വങ്ങളെ ഹുസൂർ തിരുമനസ് നൽകുകയുണ്ടായി. അത് ഹുസൂർ തിരുമനസിൻ്റെ ഒരു തർബിയത്തിൻ്റെ മുഖാന്തരമായിരുന്നു. പുതിയ ഭൂമി ഹുസൂർ ഉണ്ടാക്കിയുണ്ടായി, പുതിയ ആകാശവും അവിടുന്ന് ഉണ്ടാക്കിയുണ്ടായി. ജസാക്കുമുല്ലാഹ് വസൽ ജസാ. ഈ പ്രോഗ്രാമിൻ്റെ അടുത്ത ചോദ്യം മൗലാന ഹമീദ് കൗസ് സാഹിബിനോടാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം അഞ്ജുമൻ ഹിമായത്ത് ഇസ്ലാം ലാഹോറിനെ അഭിസംബന്ധിച്ചുകൊണ്ട് ചില പ്രവചനങ്ങൾ പറയുകയുണ്ടായി. അത് മസീഹ് ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യത്തെ പൂർത്തീകരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് വിവരിക്കാമോ? ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുഗ്രഹീത കാലഘട്ടത്തിൽ പിന്നീടും പിൽക്കാലത്തും ഇന്ന് വരെയും മുസ്ലിങ്ങൾ ചില സംഘടനകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. അതുപോലെ ഒരു അഞ്ജുമനായിരുന്നു അഞ്ജുമൻ ഹിമായത്ത് ഇസ്ലാം. ഒരു നദവത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു ജമാഅത്തും ഉണ്ടായിരുന്നു. അതുപോലെ ഒരു അഞ്ജുമൻ ഹിഫാസത്ത് ഇസ്ലാം എന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു, തറക്കി ഇസ്ലാം. അങ്ങനെ പല പല പേരിലുള്ള അഞ്ജുമനുകളും മുസ്ലിങ്ങൾ രൂപീകരിച്ചു പോരുന്നുണ്ട്. ഹദ്രത്ത് മസീഹ് ഇസ്ലാം കഷ്തീനു എന്ന തൻ്റെ ഈ ഗ്രന്ഥത്തിൽ ഈ അഞ്ജുമൻ ഹിമായത്ത് ഇസ്ലാമിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇത് ലാഹോറിലാണ് ഇവരുടെ ആസ്ഥാനം, കേന്ദ്രം. അമൃത്സറിലും ജലസകളൊക്കെ ഇവർ സമ്മേളനങ്ങൾ നടത്താറുണ്ട്. ഹദ്രത്ത് മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ അഞ്ജുമനുകളെ, തൻസീമുകളെ, സംഘടനകൾക്ക് വല്ല പ്രാധാന്യവും ലഭിക്കുമായിരുന്നു. എന്നാൽ അള്ളാഹു എന്നെ അയച്ചതിന് ശേഷം ഇനി അഞ്ജുമനുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അതുപോലെ തന്നെ മസീഹ് ഇസ്ലാം തുടർന്ന് പറയുകയുണ്ടായി, നിങ്ങൾ ഇതിനെ കുറിച്ചാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാം വെറും നാമാവശേഷമായി മാറുന്നതാണ് എന്ന്. അതുപോലെ തന്നെ ഇവരുടെ പണ്ഡിതന്മാർ ഇത് സമ്മതിക്കുന്നുണ്ടായിരുന്നു. രഹാ ദീൻ ബാക്കീന ഇസ്ലാം ബാക്കി, ഫഖത് രേഖ ഇസ്ലാം ക നാം ബാക്കി. അവരുടെ മത്തായ കവികളും പറഞ്ഞത് ഇസ്ലാമിൻ്റെ പേരും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ പേരും വെച്ച് ഇവരെന്ത് ചെയ്യാനാണുള്ളത്? ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുകയുണ്ടായി, ഈ അഞ്ജുമനുകൾ, ഈ സംഘടനകൾ പാവം മുസ്ലിങ്ങളുടെ ധനം അപഹരിക്കുകയും ചന്ത വസൂലാക്കുകയും ചെയ്ത് തീർക്കുക എന്നല്ലാതെ ഇവരെന്ത് ഇസ്ലാമിക സേവനമാണ് ചെയ്യുന്നത്? അതുപോലെ മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, അള്ളാഹു എന്നെ ഈ കാലഘട്ടത്തിൽ വാഗ്ദത്ത മഹദി മസീഹായി അയച്ചിരിക്കുകയാണ്. ഞാൻ നമ്മുടെ പ്രിയങ്കരനായ ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാം വരവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. ഞാൻ ഉമ്മത്തി നബിയുമാണ്, ഉമ്മത്തി റസൂലുമാണ്. എന്നെ അള്ളാഹു ഇൽഹാം മുഖേന അറിയിക്കുകയുണ്ടായി, യുഹിദ്ദീന വയുഖീമു ശരിയ, അതായത് നീ മുഖേന നാം ഈ ദീനിനെ പുനരുജ്ജീവിപ്പിക്കുന്നതാണ്.
ഹാലി, അൽതാഫ് ഹുസൈൻ ഹാലി എന്ന കവി പറഞ്ഞത് ലഹദീന ബാക്കി ഇസ്ലാം ബാക്കി, ഇസ്ലാമിൽ ഒന്നും അവശേഷിക്കുന്നില്ല. അള്ളാഹു ഇതിനെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് ഇൽഹാം മുഖേന പറഞ്ഞു കൊടുക്കേണ്ട, അയ്യോ ഹിദ്ദീന, നീ മുഖേന ഞാൻ ദീനിനെ പുനരുജ്ജീവിപ്പിക്കുന്നതാണ്, നീ മുഖേന ഇഖാമത്ത് ശരീഅത്തിനെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതാണ്. മസീഹ് ഇസ്ലാം അവരെ ഉണർത്തുകയുണ്ടായി, നിങ്ങൾ യഥാർത്ഥത്തിൽ ഹൃദയാത്മന ആഗ്രഹിക്കുകയാണ് ഇസ്ലാമിൻ്റെ പുനരുജ്ജീവനം ഉണ്ടാകണമെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ജമാഅത്തിൽ ഉൾപ്പെടുക. നിങ്ങൾ സത്യഹൃദയത്തോടെ അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ, ശരീഅത്തിൻ്റെ പുനഃസ്ഥാപനം ആഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ ജമാഅത്തിൽ അംഗങ്ങളാകുക. ഹസ്രത്ത് മസീഹ് ഇസ്ലാം തൻ്റെ സത്യസാക്ഷ്യത്തിന് വേണ്ടി ചില ലക്ഷണങ്ങളും പറയുകയുണ്ടായി. അത് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ലക്ഷണങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതുമാണ്. അതിലൊന്ന് സൂര്യ ചന്ദ്ര ഗ്രഹണങ്ങളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്ത മസീഹിൻ്റെ മഹദി ഇമാമിൻ്റെ സത്യസാക്ഷ്യത്തിന് പറഞ്ഞ് ഇന്നലി മഹദീന ആയത്തേനി, നമ്മുടെ മെഹദിക്ക് ഒരുപാട് മഹദികൾ ഉണ്ടാകാം, എന്നാൽ ഞാൻ ഏത് മഹദിയെക്കുറിച്ചാണോ ദീർഘദർശനം ചെയ്യുന്നത്, ഇന്നലി മഹദീന ആയത്തേനി, ആ മഹദിക്ക് രണ്ട് തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്. ലം തകൂനു മുൻസു ഖൽഖി സമാവാതി വൽ അർദ്, ഈ രണ്ട് ദൃഷ്ടാന്തങ്ങൾ ഒരു പ്രവാചകന്റെയും സത്യസാക്ഷ്യത്തിന് വേണ്ടി വന്നിട്ടില്ല. മുൻസു ഖൽഖി സമാവാതി വൽ അർദ്, ഈ ലോകത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ. യൻകസിഫുൽ ഖമറി ലി അവ്വലി ലൈലി, അതിലൊന്ന് റമദാൻ മാസത്തിൻ്റെ ഗ്രഹണത്തിൻ്റെ ദിവസങ്ങളിൽ ആദ്യ ദിവസം ചന്ദ്രഗ്രഹണം സംഭവിക്കും. അതുപോലെ ഇടയിലുള്ള ഗ്രഹണങ്ങളുടെ ദിവസങ്ങളിൽ മധ്യ ദിവസത്തിൽ സൂര്യനും ഗ്രഹണം നടക്കും. അങ്ങനെ റമദാൻ 13 1311 ഹിജ്റിക്ക് ചന്ദ്രഗ്രഹണം, അതുപോലെ തന്നെ 28 റമദാൻ 1311 സൂര്യഗ്രഹണം നടക്കുക. 1884 ഏപ്രിൽ 6 സൂര്യഗ്രഹണം നടന്നു. ഹസ്രത്ത് മസീഹ് ഇസ്ലാം ഈ എല്ലാ കാര്യങ്ങളും, ഈ ജമ്യത്തുകൾ, ഈ നദുവകൾ, ഈ ഹിമായത്തുകൾ, ഈ പേരിലുള്ള അഞ്ചുമനുകൾ, ഇവർക്കൊക്കെ പറഞ്ഞു കൊടുത്തത്, ഇവരുടെ മുന്നിൽ കൊട്ടിഘോഷിച്ചത് എൻ്റെ സത്യസാക്ഷ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൃഷ്ടാന്തമാണ് പറഞ്ഞത്. നിങ്ങളിത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൃഷ്ടാന്തം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇത് വാദിക്കുന്ന വ്യക്തിയും ഭൂമിയിലുണ്ട്. ആ വ്യക്തി പറയുന്നത് എന്നെ അള്ളാഹുവാണ് അയച്ചത് എന്നാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം 1889 23 മാർച്ചിനാണ് ഈ ജമാഅത്തിനെ സ്വീകരിച്ചത്. 4 വർഷത്തിന് ശേഷമാണ് സൂര്യ ചന്ദ്രഗ്രഹണങ്ങൾ നടന്നത്. ലോകം മുഴുവനും അറിഞ്ഞിരുന്നു ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദുൽ ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഒരു വാദം പുറപ്പെടുവിച്ചത്. അതായത് താൻ ഇമാം മഹദിയാണെന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. അതിനുശേഷമാണ് സൂര്യ ചന്ദ്രഗ്രഹണങ്ങൾ അവർ തങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടത്. എന്നിട്ടും അവർ അംഗീകരിക്കാത്തത് അവരുടെ പിടിവാശിയും അവരുടെ അധർമ്മവും അവരുടെ അതുപോലെ തന്നെ നിഷേധവും മാത്രമായിരുന്നു. ഇതിന് ഉദാഹരണം ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷീബ് അബി താലിബിൽ 3 വർഷം ഉപരോധിക്കപ്പെട്ടു. വൻഷക്കൽ കമർ, ചന്ദ്രൻ രണ്ടായി പിളർന്നത് മുസ്ലിങ്ങളുടെ ശത്രുക്കൾ കണ്ടു, എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. മക്കയിലെ സത്യനിഷേധികളുടെ അതേ സ്വഭാവമാണെങ്കിൽ ഇവർക്ക് ഈ ദൃഷ്ടാന്തം കൊണ്ട് എന്ത് ഫലമുണ്ടാകാൻ. രണ്ടാമത്തെ ഒരു ദൃഷ്ടാന്തത്തെ കുറിച്ച് ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞത് ചുരുക്കി വിവരിക്കാം. മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, വൈസലി അഷാരൂത്തിലത്, വിശുദ്ധ ഖുർആൻ സൂറ തക്വീറിൽ ഇമാം മഹദി അതുപോലെ തന്നെ അവസാന കാലത്തെ കുറിച്ചുള്ള ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞെടുത്ത് ഒന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ 10 മാസം ഗർഭിണിയായ ഒട്ടകം പോലും വിലമതിക്കപ്പെടുകയില്ല. കാരണം ആ ഒട്ടകത്തെയോ ഒട്ടകത്തിൻ്റെ കുട്ടിയെയോ ആരും സവാരിക്ക് ഉപയോഗിക്കുന്നതല്ല. മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, ആ സമയത്ത് ട്രെയിൻ ഒരുപാട് തുടങ്ങിയിരുന്നു, വളരെ അതിവേഗതയിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, ഇക്കാലത്ത് ഒട്ടകത്തിന് യാതൊരു വിലയുമില്ല. ആ കാലഘട്ടത്തിൽ ഗതാഗത മാർഗങ്ങൾ, സഞ്ചാര മാർഗങ്ങൾ
ദിനം പ്രതി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കും. അതുപോലെ തന്നെ പണ്ട് കാലത്ത് റസൂലുള്ളാഹിയുടെ പ്രവചന കാലത്തുണ്ടായത് ഒട്ടകത്തിന് വിലയൊന്നുമില്ലാതാകും. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. എന്നാൽ ഇതിൽ ചുരുക്കുന്നു. അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ വളരെ ദയനീയമായി പറയുകയാണ്, നോക്കുക, ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് അബ്ദുൽ ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഇമാം മഹദിയും അതുപോലെ വാഗ്ദത്ത മസീഹുമായി വന്നിരിക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെയും ഹദീസിൻ്റെയും വിവരിക്കപ്പെട്ട എല്ലാ ലക്ഷണങ്ങളും പൂർത്തിയായി പോയി കഴിഞ്ഞു. അതിനെക്കുറിച്ച് എണ്ണി എണ്ണി മസീഹ് പറയട്ടെ. എന്നിട്ടും ഇവർ ഇത് നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിനെ അനുസരിക്കാത്തതിന് തുല്യമാണ്. എല്ലാവരും മരിച്ച അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി മറുപടി പറയേണ്ടതല്ലേ? അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒന്നുമില്ലെങ്കിൽ കുറഞ്ഞത് ദുആ ചെയ്യുക, വെറും നിഷ്പക്ഷമായി ദുആ ചെയ്യുക, ഇസ്തിഖാർ ചെയ്യുക. അള്ളാഹുവേ, ഈ വ്യക്തി നിന്റെ ഭാഗത്തു നിന്നുള്ള ആ വ്യക്തിയാണെങ്കിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാനുള്ള സമയം തൗഫീഖ് നൽകണേ. ജസാക്കുമുല്ലാഹു തആല. അവസാനത്തെ ചോദ്യം സൈനുദ്ദീൻ ഹാമിദ് സാഹിബിനോട് ഞാൻ ചോദിക്കുകയാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി വസ്സലാം അള്ളാഹുവിൻ്റെ ഇൽഹാം ഇന്നി ഹാഫിദു കുല്ല മൻ ഫിദ്ദാർ എന്നുള്ളതിന് എന്ത് വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്? തുടക്കത്തിൽ പറഞ്ഞതാണ് ഇൽഹാമിനെ സംബന്ധിച്ച്. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഈ ഒരു ഇൽഹാം പ്ലേഗിൻ്റെ കാലഘട്ടത്തിലാണ് ഇറങ്ങിയത്. 1902 മുതൽ 1908 വരെ, ഹുസൂറിൻ്റെ വഫാത്തിന് ഒരു മാസം മുന്നേ വരെ ഈ ഇൽഹാം ഇറങ്ങിക്കൊണ്ടേയിരുന്നു. ഇന്നി ഹാഫിദു കുല്ല മൻ ഫിദ്ദാർ. അത് ഒരു പ്രാവശ്യം ഇറങ്ങിയ ഇൽഹാമല്ല, പല പ്രാവശ്യം ഇറങ്ങിയ ഇൽഹാമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഈ സന്ദേശം നൽകിയിരിക്കുന്നു. ഹുസൂറിൻ്റെ ജമാഅത്ത് ജനങ്ങളും ഈ പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. ഈ ഇൽഹാമിൻ്റെ ശരിയായിട്ടുള്ള ഖണ്ഡിക ഇതാണ്: ഉന്നി ഹാഫിദു കുല്ല മൻ ഫിദ്ദാർ ഇല്ലല്ലദീന അലൗ മില്ലദീന ഇസ്തഖ്ബാൽ വഹാഫിദുക ഖാസത്തൻ സലാമുൻ ഖൗലു മിർ റബ്ബിർ റഹീം. ഇതാണ് പൂർണ്ണമായിട്ടുള്ള ഇൽഹാം. ഇതാണ് എല്ലാ ജനങ്ങളെയും, അതായത് നിൻ്റെ ജമാഅത്തിൽ, നിൻ്റെ വീട്ടിലുള്ള എല്ലാ ജനങ്ങളെയും ഞാൻ ആ ഒരു പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ആരൊക്കെയാണോ അഹങ്കരിച്ചുകൊണ്ട് തന്നെ വലിയവനാണ് മനസ്സിലാക്കുന്നത്, അവൻ നാം രക്ഷിക്കുന്നതല്ല. ആരൊക്കെയാണോ അഹങ്കരിക്കുന്നത്, അവർക്ക് ഈ ഒരു സംരക്ഷണം നൽകപ്പെടുന്നതല്ല. തീർച്ചയായും നിന്നെ പ്രത്യേകമായി നാം നിന്നെ സംരക്ഷിക്കുന്നതാണെന്നുള്ള പറയുന്നുണ്ട്. റഹീമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിനക്ക് സമാധാനം. തസ്കിറയിൽ ഇത് വന്നിരിക്കുന്നു 350 പേജ് നമ്പറിൽ. 1905 1902 ഇൽഹാം വരികയുണ്ടായി. ഇന്നി അറൽ മലായികത്ത ഷിദാദ്. അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെയധികം, ശിക്ഷയിൽ നിന്ന് ആരും തന്നെ തഖ്വ കൂടാതെ രക്ഷപ്പെടുന്നതല്ല. ഞാൻ ശിക്ഷ കൊണ്ടുവരുന്ന ആ ഒരു മലക്കുകളെ ഞാൻ കാണുന്നു. ഹുസൂർ അതിൻ്റെ ഇൽഹാമിൻ്റെ വിശദീകരണം പറയുകയുണ്ടായി. തഖ്വ കൂടാതെ ഈ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാവർക്കും തഖ്വ കൈവരിക്കേണ്ട ആവശ്യമുണ്ട്. ആരാണോ അതിര് കവിഞ്ഞുകൊണ്ട് അഹങ്കരിക്കാത്തത്, അവരെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. ആരാണോ അങ്ങനെ ചെയ്യുന്നത്, അവരെ അള്ളാഹു സംരക്ഷിക്കുന്നതല്ല. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നിട്ട് നൽകിയിരുന്ന ഈ ഒരു പ്രവചനം, ഈ ഒരു സംരക്ഷണം, അതിൽ നിന്ന് ഉപകാരമെടുക്കാത്ത ആൾക്കാർ അവർ വധിക്കപ്പെടുന്നതാണ്, നശിപ്പിക്കപ്പെടുന്നതാണ്. ഉദുത്തൻവൻസിൻ്റെ ആ ഒരു 4 ചുവരുകൾ ഉള്ള ജനങ്ങൾ, അവരെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. ഇത് ഈ പ്ലേഗിൻ്റെ ഈ ഒരു രോഗം, ഇത് ശിക്ഷപരമായിട്ടുള്ള ഒരു അടയാളമാണ്. അള്ളാഹു മുന്നേ തന്നെ 1983 മുതൽ 1906 വരെ വീണ്ടുമായിട്ട് ഉദുത്തൻവൻസിനെ അറിയിക്കുകയുണ്ടായി. ലോകത്ത് ഒരു താക്കീതുകാരൻ വന്നു. ലോകം അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുകയും വളരെ ശക്തിമത്തായ ആക്രമണങ്ങളാൽ അദ്ദേഹത്തിന് സത്യത്തെ വെളിവാക്കുകയും ചെയ്യുന്നതാണ്. 1983 മുതൽ ഈ ഒരു ഇൽഹാം വന്നുകൊണ്ടേയിരുന്നു 1906 വരെ.
ചില ഭാഗങ്ങൾ ദുനിയാവിലൊരു നബിയായ എന്ന് വന്നിരിക്കുന്നു, ചില ദുനിയാവിലൊരു താക്കീതുകാരൻ വന്നു എന്നും വന്നിരിക്കുന്നു. ഹുസൂറിൻ്റെ സത്യതയ്ക്കുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു തെളിവാണിത്. അവിടുന്ന് ഒരു കവിതാശലത്തിൽ പറയുന്നു, ഫലമ്മ തകൽ ഫിസ്കും മുബീദു ബിസൈലിഹി തമന്നൈതു ലൗകാന വബാഉൽ മുതബ്ബിറു ഫൈന ഹലാക്കൻ നാസി ഇന്ദ ഉലിനുഹ അഹബു ഔല ലലാലിൽ മുഫസ്സിർ. വീണ്ടും വീണ്ടും ഈ ഇൽഹാം വന്നുകൊണ്ടിരുന്നപ്പോൾ ദുനിയാവിൽ ഒരു താക്കീതുകാരൻ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഹുസൂർ ചിന്തിച്ചു, ഇങ്ങനെയുള്ള ഒരു ശക്തിമത്തായിട്ടുള്ള ശിക്ഷപരമായിട്ടുള്ള ഒരു അതായത് സത്യം വെളിവാവുന്ന രീതിയിലുള്ള ഒരു അടയാളം വരാൻ ഹുസൂർ ആഗ്രഹിച്ചു. അങ്ങനെ ആ ഒരു ഹുസൂർ ആഗ്രഹിച്ചു എന്ന് പറയുന്നു ഹുസൂർ. കാരണം അതായത് നാശത്തിലേക്ക് പോകുന്നതിനായിട്ടും ഉത്തമമായിട്ടുള്ളത് അതായത് ഭൗതികപരമായിട്ടുള്ള നഷ്ടമുണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ഹുസൂർ അങ്ങനെയുള്ള ഒരു അടയാളം ആഗ്രഹിച്ചു. വിശുദ്ധ ഖുർആനിലും ഈ ഒരു രോഗത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്നു. മഹദിയുടെ ആവിർഭാവ കാലത്തെ സംബന്ധിച്ച് പറഞ്ഞു ദാബത്തുൽ അർള് വരുന്നതാണെന്ന് പറയുന്നു. ജനങ്ങളെ കടിക്കുകയും മുഅ്മിനീങ്ങളുടെയും അതുപോലെ തന്നെ കാഫിറും തമ്മിലുള്ള വ്യത്യാസം അത് സ്ഥാപിതമാക്കുകയും ചെയ്യുന്നതാണ്. തുക്കല്ലിമു അന്നന്നാസി ആയാത്തി ലാ യുഖിനൂൻ. അതായത് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സമയം വന്നെടുക്കുമ്പോൾ അപ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു ജീവിയെ ഞാൻ എടുക്കുന്നതാണ്, ആ ജീവി അവരെ കടിക്കുന്നതാണ്. ജനങ്ങൾ എൻ്റെ അടയാളങ്ങളിൽ വിശ്വസിക്കാത്ത കാരണം കൊണ്ട്. അങ്ങനെ ഖുർആനിൽ ദാബത്തുൽ അർളിനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്നു, വിശദീകരണമുണ്ട്. അതുപോലെ തന്നെ ഹദീസിലുമുണ്ട് ഈ കാലഘട്ടത്തിലായിരിക്കുമെന്നുള്ള വിശദീകരണം വന്നിരിക്കുന്നു. ഇവിടെ അതിൻ്റെ വിശദീകരണത്തിനുള്ള സമയമില്ല. എന്തായാലും ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഒരു ചുരുക്കത്തിൽ ഒരു ഉദ്ധരണി വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറയുന്നു, മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഒരു മാറ്റം വരുമ്പോൾ അവന് വേണ്ടിയിട്ട് അവൻ മറ്റൊരു ദൈവമായി തീരുന്നു. അവൻ മറ്റൊരു പ്രതാപത്തോടു കൂടി അവന് വരുന്നു. മനുഷ്യനുണ്ടാവുന്ന വ്യത്യാസം അതുപോലെ തന്നെ ഒരു അള്ളാഹുവിലെ വ്യത്യാസം അവൻ കാണുന്നു. അവൻ എന്നെന്നും ഒരു വ്യത്യാസമില്ലാത്തൊരു അസ്തിത്വമാണ് അത് അള്ളാഹു. പക്ഷേ മനുഷ്യൻ നന്മയിലേക്ക് മുൻഗമിക്കുമ്പോൾ അള്ളാഹും ഒരു പ്രത്യേക രീതിയിൽ അവനുമായിട്ട് പെരുമാറുന്നു. അള്ളാഹുവിൻ്റെ ആ പ്രതാപം അത് ഒരു വ്യത്യസ്തമായിട്ട് അവൻ കാണുന്നു. അവൻ ആ ഒരു പ്രതാപം എവിടെയാണോ പ്രത്യേകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണുന്നത് അവിടെയായിരിക്കും അവൻ ഈ ഒരു പ്രതാപം കാണിക്കുക. അള്ളാഹു ഹുസൂറിന് ഇൽഹാമറങ്ങുണ്ട് ഇന്നല്ലാഹു യുഗൈറു മാ ബിഖൗമിൻ ഹത്താ യുഗൈറു മാ ബി അൻഫുസിഹിം. അതായത് വ്യക്തിപരമായ രീതിയിലും സമൂഹപരമായ നിലയിലും അള്ളാഹു ഒരിക്കലും ഒരു വ്യത്യാസം ഉണ്ടാക്കുകയില്ല. ഏതുവരെ എന്നാൽ വ്യക്തിപരമായ രീതിയിൽ ആൾക്കാർ വ്യത്യാസം വരുത്തുന്നില്ലയോ. അതുകൊണ്ട് തന്നെയാണ് ഹുസൂർ തിരുമനസ് ജമാഅത്തങ്ങൾക്ക് ഈ ഒരു സന്ദേശം നൽകിയത് തങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കിയെടുക്കണമെന്ന്. ജസാക്കുമുല്ലാഹ്. ഇതുകൂടെ ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഒരു ഉദ്ധരണി വായിച്ചു കേൾപ്പിക്കുകയാണ്. ഹുസൂർ തിരുമനസ് പറയുന്നു, ബയത്ത് കൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശം എന്തെന്നാൽ സ്വന്തം നഫ്സിനെ തൻ്റെ നേതാവിൻ്റെ ദാസത്വത്തിൽ അർപ്പിക്കുക എന്നുള്ളതാണ്. അത് മുഖാന്തരം ആ ഒരു വ്യക്തിയിൽ നിന്ന് അറിവും അതുപോലെ തന്നെ ദൈവജ്ഞാനവും കരസ്ഥമാക്കുക. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹു തആല അടുത്ത എപ്പിസോഡിൽ ഇത് സംബന്ധമായിട്ട് നാം സംസാരിക്കുന്നതാണ്. അതുവരെ ഞങ്ങൾക്ക് അനുവാദം നൽകുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने।
तसल्ली का बताया